നമസ്കാരം. പശ്ചിമ ബംഗാളിലെ ദക്ഷിണ 24 പർഗനാസ് ജില്ലയിലുള്ള ബാരൂയിപൂരിൽ 11 വയസ്സുകാരിയായ പെൺകുട്ടിയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായ പ്രഭാഷ് മണ്ഡൽ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട സംഭവം പശ്ചിമ ബംഗാളിൽ വലിയ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ക്രൂരമായ ഈ കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്തതും കർശനവുമായ നടപടികളാണ് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും പശ്ചിമ ബംഗാൾ പോലീസും സ്വീകരിക്കുന്നത്. ക്രമസമാധാന പാലനത്തിലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിലും മുഖ്യമന്ത്രി കാണിക്കുന്ന ശക്തമായ നിലപാടുകൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്നത്. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനും സംഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്നതിനുമായി പ്രതിയായ പ്രഭാഷ് മണ്ഡലിനെ അർദ്ധരാത്രിയോടെ ബാരൂയിപൂരിലെ സൂര്യപൂരിൽ എത്തിച്ചപ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. പോലീസിൻ്റെ കൈവശമിരുന്ന തോക്ക് ബലമായി പിടിച്ചുവാങ്ങി പോലീസിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ പ്രതി ശ്രമിക്കുകയായിരുന്നു. ആത്മരക്ഷാർത്ഥം പോലീസ് തിരിച്ച് വെടിവെച്ചപ്പോഴാണ് പ്രതിക്ക് പരിക്കേറ്റത്. ഉടൻ തന്നെ ഇയാളെ ബാരൂയിപൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രതികളുടെ ക്രൂരതയ്ക്കിരയായ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാനുള്ള പോലീസിൻ്റെ ജാഗ്രതയും കൃത്യനിർവഹണവുമാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. കേസിലെ മറ്റ് പ്രധാന പ്രതികളായ ആനന്ദ സർദാർ, ദിവാകർ സർദാർ എന്നിവരെ പോലീസ് ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ പെൺകുട്ടിയെ വിജനമായ സ്ഥലത്തേക്ക് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ജീവനോടെ ചാക്കിൽ കെട്ടി കുളത്തിൽ തള്ളുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത്. ഇത്രയും വലിയ ദാരുണമായൊരു കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്കെതിരെ ബംഗാൾ സർക്കാർ കോടതിയിൽ നിന്ന് പരമാവധി ശിക്ഷയെ വധശിക്ഷ തന്നെ വാങ്ങി നൽകുമെന്നും ഇരയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയിരുന്നു. ഈ ദാരുണ സംഭവത്തെ തുടർന്നുണ്ടായ ജനരോഷം മുതലെടുത്ത് ചില സാമൂഹിക വിരുദ്ധർ പ്രദേശത്ത് വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. റെയിൽവേ ട്രാക്കുകൾ തകർക്കുകയും പോലീസ് വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്ത അക്രമികൾ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് ഇന്ദ്രജിത് മണ്ഡൽ എന്ന തികച്ചും നിരപരാധിയായ ഒരു യുവാവിനെ ക്രൂരമായി തല്ലിക്കൊല്ലുകയും ചെയ്തു. ഇരയുടെ കുടുംബത്തെയും അതുപോലെ ജനക്കൂട്ടം തല്ലിക്കൊന്ന നിരപരാധിയായ യുവാവിൻ്റെ കുടുംബത്തെയും നേരിൽ കണ്ട് ആശ്വസിപ്പിച്ച മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെയും നിയമം കയ്യിലെടുത്തവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ച 200ഓളം പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ആർക്കും ഈ കേസിൽ ഇളവ് ലഭിക്കില്ലെന്നും സർക്കാർ അവരെ കൃത്യമായ നിയമപാഠം പഠിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ കാലതാമസമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി സിദ്നാഥ് ഗുപ്തയോട് 72 മണിക്കൂറിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് 1% പോലും വീഴ്ചയുണ്ടതായി കണ്ടെത്തിയാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഭരണകൂടത്തിൻ്റെ സുതാര്യതയും ആത്മാർത്ഥതയുമാണ് തെളിയിക്കുന്നത്. കുറ്റവാളികളെ സംരക്ഷിക്കാൻ പ്രതിപക്ഷം ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരകൾക്ക് നീതി ഉറപ്പാക്കാനും സംസ്ഥാനത്ത് ക്രമസമാധാനം പൂർണ്ണമായി നിലനിർത്താനും മുഖ്യമന്ത്രിയും പോലീസും ശക്തമായി മുന്നോട്ട് പോവുകയാണ്. പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന നിലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഭരണകാലം സംസ്ഥാനത്തെ ഏറ്റവും ഭീതിജനകവും അരാജകത്വം നിറഞ്ഞതുമായ ഒരു കാലഘട്ടമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും വലിയ രീതിയിൽ പ്രസംഗിക്കുമ്പോഴും പ്രായോഗികമായി കുറ്റവാളികൾക്കും ഗുണ്ടകൾക്കും ഭരണകൂടത്തിൻ്റെ പരസ്യമായ സംരക്ഷണം ലഭിക്കുന്ന അവസ്ഥയായിരുന്നു ബംഗാളിൽ നിലനിന്നിരുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരുവിധ വിലയും നൽകാതെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്ത മമതാ ബാനർജിയുടെ നയങ്ങൾ ബംഗാളിനെ ഭയത്തിന് നിഴലിലാണ് നിലനിർത്തിയിരുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും വലിയ രീതിയിൽ പ്രസംഗിക്കുമ്പോഴും പ്രായോഗികമായി കുറ്റവാളികൾക്കും ഗുണ്ടകൾക്കും ഭരണകൂടത്തിൻ്റെ പരസ്യമായ സംരക്ഷണം ലഭിക്കുന്ന അവസ്ഥയാണ് ബംഗാളിൽ നിലനിന്നിരുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരുവിധ വിലയും നൽകാതെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്ത മമതാ ബാനർജിയുടെ നയങ്ങൾ ബംഗാളിനെ ഭയത്തിൻ്റെ നിഴലിലാണ് നിർത്തിയിരുന്നത്. നിയമപാലകർ കുറ്റവാളികൾക്ക് മുന്നിൽ നിസ്സഹായരാകുകയോ അല്ലെങ്കിൽ അവർക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്യുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം അന്ന് ദൃശ്യമായത്. ഈ ഭരണകൂട പരാജയത്തിൻ്റെ ഏറ്റവും ദാരുണവും ലജ്ജാകരവുമായ ഉദാഹരണമായിരുന്നു കൊൽക്കത്തയിലെ ആർജികർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം. ഒരു സർക്കാർ മെഡിക്കൽ കോളേജിനുള്ളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത തരത്തിൽ
ബംഗാൾ പൂർണ്ണമായും തകർന്നിരുന്നുവെന്ന് ഈ സംഭവം തെളിയിച്ചു. അതിനേക്കാൾ ഭീതിജനകമായ വസ്തുത, കുറ്റകൃത്യം നടന്നയുടൻ തന്നെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും മമതയുടെ പോലീസും ആശുപത്രി അധികൃതരും കാണിച്ച അമിത ആവേശമാണ്. സംഭവം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനും അന്വേഷണം അട്ടിമറിക്കാനും ഭരണകൂടത്തിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് തന്നെ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണങ്ങൾ ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചു. കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനായി അധികാരത്തെയും പോലീസിനെയും പരിചയാക്കി മാറ്റിയ മമതാ ബാനർജിയുടെ നിലപാട് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായിരുന്നു. മമതാ ബാനർജിയുടെ ഭരണത്തിൽ ബംഗാളിലെ പോലീസ് സംവിധാനം സ്വതന്ത്രമായൊരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ നിന്ന് മാറി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. പ്രതികൾക്ക് ഭരണകക്ഷിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ പോലീസ് അന്ന് ഭയപ്പെട്ടിരുന്നു. പാർട്ടി ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും പോലീസ് സ്റ്റേഷനുകൾ അഭയ കേന്ദ്രങ്ങളായി മാറുകയായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ അതിക്രമങ്ങൾക്കിരയായി പരാതിയുമായി എത്തുമ്പോൾ അവരെ പരിഹസിക്കുകയും പ്രതികൾക്ക് അനുകൂലമായി ഒത്തുതീർപ്പിലെത്താൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതായിരുന്നു ബംഗാൾ പോലീസിൻ്റെ അന്നത്തെ പതിവ് ശൈലി. ഇത്തരത്തിൽ കുറ്റവാളികൾക്ക് ലഭിച്ച അദൃശ്യമായ രാഷ്ട്രീയ സംരക്ഷണമാണ് സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ കുത്തനെ ഉയരാൻ കാരണമായത്. അധികാരത്തിൻ്റെ തണലിൽ എന്തും ചെയ്യാമെന്ന ക്രിമിനലുകളുടെ ധാർഷ്ട്യമാണ് ബംഗാളിലെ സമാധാന അന്തരീക്ഷം അന്ന് തകർത്തത്. തദ്ദേശീയ തലത്തിലുള്ള തൃണമൂൽ നേതാക്കൾ സ്വന്തമായി ഗുണ്ടാ സംഘങ്ങളെ വളർത്തുകയും അവരെ ഉപയോഗിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തു. ആർജിക്കർ സംഭവം പോലെ പൊതുസമൂഹം അറിഞ്ഞ കേസുകൾ മാത്രമല്ല, ഗ്രാമീണ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ നൂറുകണക്കിന് അതിക്രമങ്ങൾക്ക് പിന്നിലും അന്നത്തെ ഭരണകക്ഷിയുടെ ഈ സംരക്ഷണ രാഷ്ട്രീയമായിരുന്നു. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ കുറ്റവാളികളുടെ കാവലാളായി മാറിയതോടെ സാധാരണക്കാർക്ക് നീതി എന്നത് വിദൂരമായ സ്വപ്നമായി അന്ന് മാറി. ജനങ്ങളുടെ സുരക്ഷയേക്കാൾ സ്വന്തം വോട്ട് ബാങ്കും പാർട്ടി താൽപ്പര്യങ്ങളും മാത്രം മുൻനിർത്തി ഭരണം നടത്തിയ മമതാ ബാനർജി ബംഗാളിനെ ക്രിമിനലുകളുടെ പർദീസയാക്കി മാറ്റുകയായിരുന്നു. നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട ജനങ്ങൾ ഭയത്തോടെ ജീവിക്കേണ്ടി വന്ന ഒരു ഇരുണ്ട യുഗമായിരുന്നു മമതയുടെ ഭരണകാലമെന്നത് ചരിത്രപരമായ വസ്തുതയാണ്. ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രതികൾ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ വർഷങ്ങളോളം നീളുന്ന വിചാരണ കാലയളവിൽ ജയിലുകളിൽ യാതൊരുവിധ ഭയവുമില്ലാതെ സുഖവാസം നയിക്കുകയോ ചെയ്യുന്ന കാഴ്ച സാധാരണ ജനങ്ങളിൽ വലിയ തോതിലുള്ള നിരാശയും അമർഷവുമാണ് ഉണ്ടാക്കാറുള്ളത്. നികുതിപ്പണം ഉപയോഗിച്ച് പ്രതികളെ ജയിലിലിട്ട് സംരക്ഷിക്കുന്ന പഴയ രീതികൾ ഇരകളുടെ കുടുംബങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവായിട്ടാണ് പൊതുസമൂഹം കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ കീഴിലുള്ള പുതിയ ഭരണകൂടവും പോലീസും സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്തതും അതീവ വേഗതയുള്ളതുമായ നടപടികൾ ജനങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസം പകരുന്നത്. കുറ്റവാളികൾക്ക് ജയിലുകളിൽ കിടന്ന് തിന്നു കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കില്ലെന്ന ഈ കണിശമായ സമീപനം നിയമവ്യവസ്ഥയിലുള്ള സാധാരണക്കാരുടെ വിശ്വാസം ഇരട്ടിയാക്കാൻ സഹായിക്കുന്നുണ്ട്. ബാരുയിപ്പൂരിൽ 11 വയസ്സുകാരിയായ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി പ്രഭാഷ് മണ്ഡൽ തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ എൻകൗണ്ടറിലൂടെ വധിക്കപ്പെട്ട സംഭവം ക്രിമിനലുകൾക്ക് കൃത്യമായൊരു താക്കീതാണ് നൽകുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്ന ഇത്തരം കടുത്ത കുറ്റവാളികൾക്കെതിരെ കൃത്യമായ സമയത്ത് കർശനമായ നടപടി സ്വീകരിക്കാൻ പോലീസ് കാണിക്കുന്ന ഈ ധീരത പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടുന്നു. നിയമത്തിൻ്റെ നീണ്ട പ്രക്രിയകൾക്കിടയിൽ പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ഇനി കഴിയില്ല എന്ന സന്ദേശം ഈ പുതിയ പോലീസ് ശൈലിയിലൂടെ വ്യക്തമാകുന്നുണ്ട്. ക്രൂരമായ അതിക്രമങ്ങൾ ചെയ്യുന്നവർ സമൂഹത്തിൽ സ്വതന്ത്രമായി വിഹരിക്കുകയോ ജയിലുകളിൽ സുരക്ഷിതരായി കഴിയുകയോ ചെയ്യുന്നത് ക്രിമിനലുകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. എന്നാൽ കുറ്റവാളികളോട് യാതൊരുവിധ ദാക്ഷിണ്യവുമില്ലെന്ന സുവേന്ദു അധികാരിയുടെ വ്യക്തമായ നയം ബംഗാളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വ ബോധം വർദ്ധിപ്പിക്കുന്നുണ്ട്. ദ്രുതഗതിയിലുള്ള നീതി നിർവഹണം ഇരകളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന മാനസികമായ ആശ്വാസം ചെറുതല്ല. വർഷങ്ങളോളം കോടതികൾ കയറിയിറങ്ങി നീതിക്കായി യാചിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ ഇത് ജനങ്ങളിൽ വളർത്തിയെടുക്കുന്നു. അധികാരത്തിൻ്റെയോ പണത്തിൻ്റെയോ തണലിൽ ജയിലറകളെ സുഖവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പഴയ ഭരണകാലത്തെ ശീലങ്ങൾക്ക് ബംഗാളിൽ ഇനി സ്ഥാനമില്ലെന്നാണ് നിലവിലെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. നിയമം ലംഘിക്കുന്നവർക്കും സമൂഹത്തിലെ ദുർബലരെ ആക്രമിക്കുന്നവർക്കും തക്കതായ ശിക്ഷ വളരെ വേഗത്തിൽ തന്നെ ഉറപ്പാക്കുമെന്ന ഭരണകൂടത്തിൻ്റെ കടുത്ത നിലപാട് പശ്ചിമ ബംഗാളിൽ പുതിയൊരു സുരക്ഷാ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നു. കുറ്റവാളികൾ ഭയപ്പെടുകയും സാധാരണ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സുവേന്ദു അധികാരിയുടെ ഈ കർക്കശമായ നീതി നടപ്പാക്കൽ രീതിക്ക് സാധിക്കും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.